ബ്രദറെ, നമ്മുടെ ആ ഒരു ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു സെറ്റ് നമുക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടായി തന്നാണ്, നമ്മളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ബാക്കി ഇവിടെ കഴിക്കാൻ വന്നിരിക്കുന്നതിൽ ഒരു വ്യക്തിയുണ്ട്, കാരണം സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം നമ്മളായിട്ട് സംസാരിച്ചു. എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നുകൂടി സംസാരിക്കാം. നമസ്കാരം ചേട്ടാ. ചേട്ടാ പേരെന്താണ്? എൻ്റെ പേര് ശിവകുമാർ. ശിവകുമാർ. ഞാനിവിടെ അടുത്ത് ടെക്സ്റ്റൈൽസ്, സ്വന്തമായിട്ട് ഫാഷൻ സ്റ്റേഷനിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ആളാണ്. ഓ, മിക്കവാറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്. ഇവിടെ തന്നെയാണ്. കഴിഞ്ഞ 89 ഞാൻ നാഷണൽ പ്ലെയറാണ്, സ്പോർട്സ് സൈക്കിൾ പോളോ ഇന്റർനാഷണൽ പ്ലെയറാണ്. പക്ഷേ എൻ്റെ അടുത്ത് മൈതാനം, പൂജപ്പുരം മൈതാനത്ത് നിന്ന് ഞങ്ങൾ കളി കഴിഞ്ഞ് വന്നാൽ ഞങ്ങളൊരു ടീമായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകാറുള്ളത്. ആ കഴിച്ചത് 95 വരെ കഴിച്ചതുകൊണ്ട് ഞങ്ങൾ 95 ഞങ്ങൾ നാഷണൽ ട്രോഫി എടുത്ത സമയത്ത് അവർ ചോദിച്ചു, വാട്ട്സ് യുവർ സീക്രട്ട് ഓഫ് യുവർ എനർജി എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കുഞ്ചാലിമൂട് ഞങ്ങളുടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് കഴിക്കുന്ന ആ കഴിച്ച പൊറോട്ടയും അതിൻ്റെ ബീഫിൻ്റെയും ആ ഒരു ആരോഗ്യമാണ് ഞങ്ങൾ ഈ ട്രോഫി എടുത്തത്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ മിക്കവാറും ഇന്നിപ്പോൾ ഞാൻ 15 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഞാൻ പർച്ചേസ് കഴിഞ്ഞ് ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് വൈഫ് വെച്ചു, കുഞ്ചാലിമൂട് ബീഫ് പൊറോട്ടയും കഴിക്കാനായിരിക്കും പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പൊ എല്ലാവർക്കും അറിയാം, സ്ഥിരമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ ഞാനിവിടെ കോഴിക്കോട് നിന്നും പല സ്ഥലത്തുനിന്ന് ഞാനിവിടെ കൊണ്ടുവന്ന് എൻ്റെ കൂടെ തന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ കൂടെ വിളിക്കാറുണ്ട്. ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും രാവിലെ നമുക്ക് അവിടെ പോയി കഴിക്കണം. വെരി ഈ ഒരു ഇത് ഞാൻ ഇന്ത്യയിലെ ലോകത്ത് പല സ്ഥലത്ത് ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരു ബീഫിന്റെ ബീഫും പൊറോട്ടയുമാണ് ഇവിടുത്തെ എക്സ്ക്ലൂസീവ്. ഇത് മാത്രമേ ഉള്ളൂ. അതാണ് അല്ലേ? അല്ല ചേട്ടാ, ഇപ്പോ ചേട്ടാ ഇത്ര നാളായിട്ട് കഴിക്കുവാണല്ലോ. ചേട്ടൻ നമ്മുടെ ഇക്കടുത്ത് ചോദിച്ചിട്ടുണ്ട എന്തുകൊണ്ട് ബീഫും പൊറോട്ടയും മാത്രം കൊടുക്കുന്നെന്ന്? ഈ കോമ്പിനേഷൻ, ബീഫും പൊറോട്ടയുള്ള കോമ്പിനേഷൻ ഒരിക്കലും വേറുള്ള ഭക്ഷണത്തിന് അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു ഹോട്ടലുകൾ അടുത്ത് ഒരുപാടുണ്ട്, പക്ഷേ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് അന്ന് 20 വർഷത്തിന് മുമ്പേ എന്തായിരുന്നു ഉണ്ടായിരുന്ന ടേസ്റ്റ് അതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനിയും കൂട്ടിക്കൂടെ ഭക്ഷണത്തിന്റെ വെറൈറ്റീസ് കൂട്ടിക്കൂടെ? അങ്ങനെ കൂട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവരുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നു. എന്തുകൊണ്ട് രാവിലെ മാത്രം തുറക്കുന്നത്? തുടർന്ന് പ്രവർത്തിച്ചുകൂടാന്ന് ചോദിച്ചൂടെ? വളരെ ചൂടായിട്ട് നമുക്ക് ഈ സാധനം കിട്ടുന്നുണ്ട്. അല്ല, രാവിലെ മാത്രമല്ലോ നമ്മളെ ഹോട്ടൽ? അല്ല, അത് വൈകുന്നേരം വരെ ആക്കിക്കൂടെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല? എന്താ രാവിലെ ഞങ്ങളെ എക്സസൈസും പിന്നെ രാവിലത്തെ നമ്മുടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാവിലെയാണ് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ ആ ഒരു ബിസിനസ്സാണ് ഇക്കും താല്പര്യം. ഓക്കെ, താങ്ക് യു. അപ്പൊ കഴിച്ചോളൂ. അപ്പൊ ഞാനും ഹക്കീമിക്കും സലീമിക്കും കൂടി അവിടെ നമ്മുടെ ബീഫ് കറിയും പൊറോട്ടയും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഇപ്പം കഴിക്കാൻ നമുക്ക് സലീമിക്കത് അതെ പറഞ്ഞോളൂ കൊണ്ടുവരുന്നുണ്ട്. വന്നോളിക്കാം. താങ്ക് യു. ഞാൻ ചോദിച്ചു പപ്പടവും കട്ടൻ ചായയും സമയം കഴിഞ്ഞുകൊണ്ട് തീർന്നു പോയി. അതെ, എനിക്ക് തോന്നിക്ക ഇനി ഞാൻ പലരുടെ അടുത്തും ചോദിക്കുന്നതാണ് കൂടുതൽ ശാഖകൾ തുടങ്ങുന്നുണ്ടോ എന്ന്. കാരണം ഇവിടെ ചോദിക്കരുത്, അതിനൊരു ഉത്തരത്തിന് പ്രസക്തി ഉണ്ടാവില്ല എന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്. കൂടുതൽ ശാഖകൾ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ തന്നത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുകയാണ്. മിച്ചം വരികയില്ല. അതാ ഒരു സാധനം മിച്ചം വന്നാൽ അത് ഉപഭോക്താക്കൾക്ക് ഞാൻ കൊടുക്കുകയില്ല. ഒരു 4-5 പൊറോട്ട ഒരു ദിവസം മിച്ചം വന്ന് കൊടുക്കുകയില്ല. കൊടുത്താൽ അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടുമെന്നുള്ളതിൻ്റെ ഉറപ്പ്. ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ. ഞാൻ കഴിക്കാത്ത ആഹാരം മറ്റുള്ളവരെ കഴിപ്പിക്കുകയില്ല. അത് നിർബന്ധമായിട്ടുള്ളതാണ്. ദൈവവിശ്വാസം ഉള്ള അല്ല, ഉഗ്രം പൊറോട്ട ബീഫ് വെറുതെ പറയാനല്ല, ആ അടുപ്പത്തിരുന്ന് വെന്ത് ആ മസാലയൊക്കെ പിടിച്ച ആ ഒരു ടേസ്റ്റ്. അല്ല, താങ്കൾക്ക് ഇത് ഈ അടുക്കളയിൽ ഈ പാകം ചെയ്തവരുടെ കഴിവ് കൊണ്ട് താങ്കൾ ഇത് നന്നായിരിക്കുന്നു എന്ന് പറയുന്നതല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിൽ ഉള്ളത് കൊണ്ടാണ് താങ്കൾക്ക് ഇത് രുചി തോന്നിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയും എല്ലാം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും കഴിക്കുന്നവർ വീണ്ടും ഈ സ്ഥാപനത്തിൽ വീണ്ടും വരുന്നത്. എന്നാലും വെറുതെ ആൾക്കാർ വന്നതും ഇത് ഇത്ര എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടും ആൾക്കാർ വീണ്ടും 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 വന്ന് നമ്മുടെ പൊറോട്ട ബീഫും കഴിക്കണം അല്ലേ? അതെ. ഇപ്പം കാര്യം സലിമിക്ക ഹക്കീമിക്ക താങ്ക് യു. വളരെ നന്ദിയുണ്ട്. ഇങ്ങനൊരു അവസരം നമ്മുടെ പൊറോട്ടയും ബീഫും 11 മണി കഴിഞ്ഞിട്ടും എനിക്ക് തന്നിരുന്നു. വളരെ നന്ദി. എന്തായാലും നമ്മളെ കട കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം എവിടെയാണ്? കരമന ജംഗ്ഷനിൽ നിന്നും പൂജപ്പുര പോകുന്ന റൂട്ട്. പൂജപ്പുര പോകുന്ന റൂട്ടിൽ
കുഞ്ചാലിമൂട് റെയിൽവേയുടെ പാലത്തിൻ്റെ അടുത്തിരിക്കുന്ന വളവിൽ ഇരിക്കുന്ന കടയാണ്. കുഞ്ചാലിമൂട് ആ. കുഞ്ചാലിമൂട് റെയിൽവേ റെയിൽവേ പാലത്തിന് അടുത്തിരിക്കുന്ന ആ വളവിൽ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞിക്കട, പക്ഷെ വലിയ ടേസ്റ്റുള്ള ഭക്ഷണം അല്ലേ? അതെ. എന്നാലും കണ്ടല്ല പൊറോട്ടയും ബീഫും. നമുക്കിനി അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ, താങ്ക് യു. ധൈര്യമായിട്ടൊന്ന് കഴിച്ചോ.